ഇതിൽ നിന്നും ഒരു ഉരുള ഇതിലൂടെ തരാൻ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നേനെ. അത്രക്കും ഇതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, പുളി, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ 1 കപ്പ് ഉണക്ക ചെമ്മീനും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി മൂപ്പിച്ചെടുത്തതെല്ലാം കൂടെ ഇതുപോലെ ഒരു ഇടിക്കലിലോ അതല്ലെങ്കിൽ മിക്സിയിൽ പൾസ് മോഡിലോ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക. എന്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മുരിങ്ങ ഇല കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും രുചിയുള്ള ഒരു കിഡിലൻ റെസിപ്പി ഉണ്ട് നോക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്കൊരു 3 കൈപ്പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുല്ലാത്ത പുളി ആയതുകൊണ്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുള്ള പുളിയാണെങ്കിൽ പുളിവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് മുരിങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൾസ് ചെയ്ത് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കരുത്. ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പല വിധത്തിൽ ചമ്മന്തികൾ ഉണ്ടാക്കിയെടുക്കാറുണ്ടെങ്കിലും ചമ്മന്തികളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി, പച്ചമുളക്, പുളി, ഉപ്പ് എന്നിവ ഇടികളിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തിച്ചതച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ചമ്മന്തി റെഡിയായി. കപ്പയിലേക്കും ചോറിലേക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇഷ്ടമായ ഫോളോ ചെയ്യണേ. ഒരുപാട് കൂട്ടാനുകളൊന്നും ഇല്ലാത്ത ദിവസം ഇതുപോലൊരു ചമ്മന്തി മാത്രം മതി. അടിപൊളി ടേസ്റ്റ് ആണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് തക്കാളി, സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്നിവ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും പുളിയും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്ത് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുത്തി ചതച്ച് ഇതുപോലെ എടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ. ഇതുപോലെ ചതച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചോറിന്റെ കൂടെ ഇത് മാത്രം മതി. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. മടിയുള്ള ദിവസങ്ങളിൽ വെറും 1 മിനിറ്റിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കിഡിലൻ ഐറ്റം കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, ഉപ്പ്, നാരങ്ങനീര് എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.